ഹായ് നമസ്കാരം, നന്ദകുമാറാണ്. ഇപ്പോൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണല്ലോ കേരളത്തിൽ നടക്കുന്നത്. ഞാനിപ്പോൾ കേരളത്തിലില്ല. അപ്പോൾ പവർ ഗ്രൂപ്പ് എങ്ങനെയാണ്, ആരാണ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങൾ നിലവിലുണ്ട്. അപ്പം അത് പ്രധാനമായിട്ടും പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പവറുള്ള ആൾക്കാർ. അതായത് അവർ വിളിച്ച് പറഞ്ഞാൽ ഇന്നതേ നടക്കൂ. ഇന്ന ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടീം ഉണ്ടാവുമല്ലോ. ആ ടീമുകളുടെ ഇടയ്ക്കൽ ഒരു അതോറിറ്റി പോലെ, ഒരു അധികാരം പോലെ ഒരു കാര്യം പറയുമ്പോൾ അവരതനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാണ് പവർ ഗ്രൂപ്പിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കമ്പൽസറി ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് അത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഒരു വാക്കിലൊന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് ദീർഘമായി പറയേണ്ടി വരും. വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എഴുതി ഉണ്ടാക്കിയതല്ല, ഒരുപാട് റിസർച്ചുകൾക്ക് ശേഷം ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് സിനിമയുടെ ഏറ്റവും പിന്നാമ്പുറത്തേക്ക് പോകാം, അതായത് നസീർ കാലഘട്ടം തൊട്ടിട്ട് പോകാം. അന്നത്തെ കാലഘട്ടത്തിൽ സിനിമ കാണാനായിട്ട് രണ്ട് മാർഗമാണ് ഉള്ളൂ. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ തിയേറ്റർ തന്നെയാണ്. പിന്നീടുള്ളതെന്ന് പറയുന്നത് ദൂരദർശനായിരുന്നു, അതായത് ടി വി. അപ്പം ആ കാലഘട്ടത്തിൽ തിയേറ്ററിലേക്ക് ഒരു പടം വരുമ്പോൾ ഈ ഒരു സിനിമ വരുന്നു, അപ്പോൾ പത്രത്തിൽ വരികയാണ് ഇന്ന ദിവസം ഇന്ന സിനിമ വരുന്നു. ഇപ്പം നസീറിൻ്റെ സിനിമയാണെന്നുണ്ടെങ്കിൽ ആ നസീറിൻ്റെ സിനിമ കാണാൻ വരുന്ന ഒരു ക്രൗഡുണ്ട്. ആ ക്രൗഡ് നൽകുന്ന എമൗണ്ടാണ് ഇതിൻ്റെ അകത്ത് ബേസിക്കലി കച്ചവടം എന്ന് പറയുന്നത്. അപ്പം ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമയ്ക്ക് മാത്രമുള്ള ഒരു ബിസിനസ് സമ്പ്രദായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിതിന് ഒരു എന്താ പറയുക, നമ്മൾ കോടിക്കണക്കിന് രൂപ, അതായത് 1000 കോടി രൂപയ്ക്ക് നിങ്ങൾ സിനിമ ചെയ്താൽ പോലും ടിക്കറ്റ് റേറ്റ് ഈക്വലി സെയിം ആണ്. ഇപ്പോൾ ഷോപ്പിംഗ് മാളിൽ മാത്രമാണ് ചെറിയ വ്യത്യാസമുള്ളത്. എന്നാലും നോർമൽ തിയേറ്റേഴ്സിലേക്ക് ഏകദേശം ടിക്കറ്റ് റേറ്റ് അറൗണ്ട് സെയിം തന്നെയാണ്. അതായത് ഇപ്പോൾ 1000 കോടി രൂപയുടെ പടമായത് കൊണ്ടിട്ട് നിങ്ങൾ ടിക്കറ്റിൻ്റെ റേറ്റ് കൂടുതൽ തരണം എന്നൊന്നും ആവശ്യപ്പെടാൻ പറ്റത്തില്ല, ഈക്വലി സെയിം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, എത്രയും ആൾക്കാർ കാണുന്നു അത്രയും ആൾക്കാർക്ക് കാണാൻ പറ്റും. എന്തോരം ആൾക്കാർക്ക് വേണമെങ്കിലും സിനിമ കാണാൻ പറ്റും. മീൻസ് സിനിമ കാണുമ്പോൾ കിട്ടുന്നത് ഒരു സുഖമാണ്. ആ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർ വരുന്നതും പൈസ കൊടുക്കുന്നത്. അപ്പോൾ നസീറിൻ്റെ കഴിഞ്ഞ സിനിമ, അപ്പോൾ ഒരു സിനിമയ്ക്ക് ഏതൊക്കെ രീതിയിൽ പണം കിട്ടുമെന്നുള്ളതാണ്, അതിനെ അപേക്ഷിച്ചിട്ടാണല്ലോ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ, നസീറിൻ്റെ കാലഘട്ടത്തിൽ, ഒരു നസീർ സിനിമ വരുമ്പോൾ ഇത്ര തിയേറ്റർ, ഇപ്പോൾ ഒരു 50 തിയേറ്ററിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നസീറിൻ്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർക്ക് പണത്തിന് ആവശ്യം എന്താണെങ്കിലും നിർമ്മാണ സമയത്ത് ഉണ്ടാവും. അപ്പോൾ തിയേറ്ററിൻ്റെ ആൾക്കാരാണ്, അവർക്കാണല്ലോ ജനങ്ങൾ പൈസ കൊടുക്കുന്നത്. അപ്പോൾ തിയേറ്ററിൻ്റെ ആൾക്കാരും നിർമ്മാതാവും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാവുമല്ലോ. മീൻസ് ഒരു കണ്ടീഷൻ ഉണ്ടാവും, ഇത്ര പെർസെൻറ്റേജ് ഞങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 50% അല്ലെങ്കിൽ 60% അല്ലെങ്കിൽ 70% എമൗണ്ടാണ് തിയേറ്ററുകാർ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഈ പറയുന്ന ആൾക്കാർ, ഇപ്പോൾ ഒരു 1,00,000 ആൾക്കാരാണ് ഒരു സിനിമ കാണാൻ വരുന്നതെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ സിനിമയ്ക്ക് 1,00,000 ആൾക്കാർ വന്നു, അടുത്ത സിനിമ കാണാനായിട്ട് ഇതേ പറയുന്ന പോലെ ഒരു 1,00,000 ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട് എന്ന് കാണുമ്പോൾ, അത് ഒരു പ്രൊഡ്യൂസർക്ക് ഈ പൈസ കിട്ടണമെങ്കിൽ എത്ര നാളെടുക്കും? ഷൂട്ടിങ് കഴിയണം, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കഴിയണം, പ്രമോഷൻ കഴിയണം, അതിനുശേഷം റിലീസിൻ്റെ സമയത്ത് ജനങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമാണ് പ്രൊഡ്യൂസർക്ക് ഈ പൈസ കിട്ടത്തുള്ളൂ. അതിനു മുമ്പ് ഈ പൈസ പ്രൊഡ്യൂസർക്ക് കിട്ടാനായിട്ട് എന്താണ് മാർഗം? തിയേറ്ററുകാർ അഡ്വാൻസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ തിയേറ്ററുകാർ അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക, ഒരു ലിമിറ്റഡ് കണ്ടീഷൻ ഉണ്ടാവില്ല. കാര്യം അവർ ഫണ്ട് നേരത്തെ കൊടുക്കുമല്ലേ. അപ്പോൾ ചിലപ്പോൾ ഇവർ ഈ പെർസെൻറ്റേജ് കണക്കൊക്കെ എടുത്ത് മാറ്റും. ഞങ്ങളിപ്പോൾ ഇത്ര ലക്ഷം രൂപ തരാം, അഡ്വാൻസ് ആയിട്ട് തരാം, അത് കഴിഞ്ഞിട്ട് ആ പൈസ ഞങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ ഒരു പെർസെൻറ്റേജിന് പോകാം എന്നൊരു നിർമ്മാതാവിനോട് പറയുമ്പോൾ നിർമ്മാതാവിന് അത് ആശ്വാസമാണ്. കാര്യം കേരളത്തിൽ എത്ര തിയേറ്റേഴ്സ് ഉണ്ട്? ഇഷ്ടംപോലെ തിയേറ്റേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അന്നത്തെ നസീറിൻ്റെ കാലഘട്ടത്തിലൊക്കെ കേരളത്തിൽ എത്ര തിയേറ്റേഴ്സിനാണ് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അന്നത്തെ തിയേറ്ററുകാർ ഇങ്ങനെ പോയിട്ട് ഒരു പൈസ കൊടുക്കുന്നു. അപ്പോൾ ആ പൈസ കയ്യിൽ വയ്ക്കുമ്പോൾ ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് ചിലപ്പോൾ നിർമ്മാതാവിന് കടം മേടിക്കേണ്ടാത്ത ഒരവസ്ഥ കൂടി അതിൻ്റെ അകത്ത് വരാം. ആരെ ബേസ് ചെയ്തിട്ടാണ് ഈ പൈസ കൊടുക്കുന്നത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നസീറിൻ്റെ സിനിമ അങ്ങനെയാണല്ലോ പറയുക. നമ്മളിപ്പോൾ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നസീറിൻ്റെ സിനിമ, ലാലേട്ടൻ്റെ സിനിമ, മമ്മൂക്കായുടെ സിനിമ, ദിലീപിൻ്റെ സിനിമ, അങ്ങനെയാണല്ലോ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ പേര് പറയാത്തത്? എത്ര സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ പേര് ജനങ്ങൾക്കറിയാം. സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ആളുടെ സിനിമ നമ്മൾ എപ്പോഴും പറയുന്നത് സാന്ദ്ര തോമസിൻ്റെ പടം എന്ന് പറഞ്ഞിട്ടാണ്. കാര്യം സാന്ദ്ര തോമസ് എന്ന് പറയുന്ന നിർമ്മാതാവിനെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ പടം എന്നാണ് പറയുക, ലിസ്റ്റിൻ സ്റ്റീഫനെ എല്ലാവർക്കും അറിയാം.
അപ്പോൾ ഇതിൻ്റെ കച്ചവടത്തിൻ്റെ ബേസിക് പരിപാടി നസീർ കാലഘട്ടത്തിലെ ഇതായിരുന്നു ഒരു ഫോർമുല. അത് പിന്നീട് ഇങ്ങോട്ട് സോമൻ കാലഘട്ടം വന്നപ്പോഴും അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മോഹൻലാലിൻ്റെ കാലഘട്ടം വന്നപ്പോഴും ഒക്കെ ഫോർമുലയിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം മോഹൻലാലൊക്കെ വരുന്ന കാലഘട്ടമൊക്കെ എത്തിയപ്പോഴത്തേക്കിനും എന്താ എക്സാക്ട്ലി സംഭവിച്ചതെന്ന് വെച്ചാൽ ദൂരദർശനിൽ നിന്നും അടുത്തൊരു കണ്ടുപിടുത്തം ഉണ്ടായി. എന്താണ് നമ്മളുടെ കേബിൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അല്ലെ, ഏഷ്യാനെറ്റൊക്കെ പോലത്തെ കേബിൾ നെറ്റ്വർക്ക് വരാൻ തുടങ്ങി. അന്നേരം മുതൽ ഈ പറയുന്ന ദൂരദർശനം എന്ന് പറയുന്ന രീതിയിൽ പടം കാണുന്ന ഫോർമുലയിൽ നിന്നും 4 മണിക്ക്, അതായത് ദൂരദർശനിൽ പടം ഉണ്ടായിരുന്നത് 4 മണിക്കായിരുന്നു. പക്ഷെ ആ ഫോർമുലയിൽ നിന്നും നമുക്ക് പിന്നെ ഉച്ചയ്ക്കും അല്ലാത്ത സമയത്തും ഏതൊക്കെ സമയത്ത് കാണാൻ പറ്റുന്ന ഒരു ഫോർമുലയിലേക്ക് ഈ TV മാധ്യമങ്ങൾ മാറി, ടെലിവിഷൻ രംഗം മാറി. അങ്ങനെ സാറ്റലൈറ്റ് എന്ന് പറയുന്ന മറ്റൊരു പരിപാടിയും കൂടെ ഓപ്പണായി. അതായത് അഡ്വാൻസ്, അതായത് ഒരു നിർമ്മാതാവിന് ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അഡ്വാൻസ് ലഭിക്കാൻ സാധിക്കുന്ന തരത്തിൽ മറ്റൊരു മാർഗം കൂടി വന്നു. അപ്പോൾ നിർമ്മാതാവിനെ സംബന്ധിച്ചിട്ട് ഒരു സിനിമ നിർമ്മിക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് കിട്ടാനുള്ള 2 മാർഗ്ഗമായി. ഒന്ന് തിയേറ്റർ ഓണേഴ്സിൻ്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന അഡ്വാൻസ്, പിന്നെ 2 സാറ്റലൈറ്റിൻ്റെ ആൾക്കാരെ കൊടുക്കുന്ന എമൗണ്ട്. ഇത് രണ്ടും ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു? ഇത് രണ്ടും ഈ നടന്മാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു. കാര്യം ഓഡിയൻസ് വരുന്നത് നടന്മാരെ നോക്കിയിട്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് നിർമ്മാതാവിന് സേഫ് സോണായിട്ട് കിട്ടും. അപ്പോൾ ആ നിർമ്മാതാവിന് ആരെ വെച്ചിട്ടാണോ ഈ എമൗണ്ട് കിട്ടുന്നത്, ആ നടൻ ഒരു എസ് പറയുമ്പോൾ മാത്രമാണ് ഒരു നിർമ്മാതാവിന് ഇത്രയും ഫണ്ട് വരത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു നടൻ എസ് പറയണം. ആ നടൻ്റെ എസ്സിന് വേണ്ടിയിട്ട് എത്ര നിർമ്മാതാക്കൾ വേണേലും ക്യൂ ആയിട്ട് നിൽക്കും. കാര്യം അവരുടെ കയ്യിൽ നിന്ന് ഒരു ബേസിക് എമൗണ്ട് പോകുന്നില്ല. മനസ്സിലായില്ലേ? കാര്യം ഈ തിയേറ്ററിൻ്റെ ഓണേഴ്സും ഇവരും കൊടുക്കുകയാണ്. പിന്നീടും കാലഘട്ടം വളർന്നപ്പോൾ എന്ത് സംഭവിച്ചു? OTT എന്ന് പറയുന്ന ഒരു മാധ്യമവും കൂടി എക്സ്ട്രാ വന്നു. അതായത് മൊബൈലിൽ കൂടി നമുക്ക് കാണാം, അല്ലെങ്കിൽ നമുക്ക് മറ്റേത് സാറ്റലൈറ്റ് വ്യൂസ് അല്ലെങ്കിൽ മറ്റേ ചാനൽസ് എന്നൊക്കെ പറയുന്നത് അവർ പ്ലേ ചെയ്യുന്ന ടൈമിലായിരുന്നു കാണാൻ പറ്റത്തുള്ളായിരുന്നു. അവർ 1 മണി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ 1 മണിക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് കാണണം. ആ വെയിറ്റിങ്ങും കൂടി സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് തോന്നുന്ന സമയത്തിന് പടം കാണാമെന്ന് പറയുന്ന ഒരു ഫോർമേഷനിൽ OTT പ്ലാറ്റ്ഫോംസ് വന്നു. ഇപ്പോൾ യൂട്യൂബ് സെയിം തന്നെയായിരുന്നു, പക്ഷേ യൂട്യൂബിനേക്കാൾ കുറച്ചും കൂടി ഒരു ടിക്കറ്റ്, ഒരു പ്രീ ടിക്കറ്റിംഗ് എന്ന് പറയുന്ന പോലെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ വെച്ചുകൊണ്ട് OTT എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വരികയാണ്. അപ്പം ഒരു നിർമ്മാതാവിന് 3 രീതിയിൽ പൈസ കിട്ടാനുള്ള മാർഗ്ഗം ഓപ്പൺ അപ്പ് ആയി. ഒന്ന് തിയേറ്റർ, പിന്നെ ഒന്ന് സാറ്റലൈറ്റ്, പിന്നെ ഒന്ന് OTT പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇതെല്ലാം ആരെ വെച്ചിട്ടാണ്? ഈ നടനെ അല്ലെങ്കിൽ നടിയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. അവരുടെ പ്രീവിയസ് സിനിമകൾക്ക് കിട്ടിയ ക്രൗഡ് പുള്ളിങ്, അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്ന ഹ്യൂജ് എമൗണ്ട്. അവിടെ ഈ പറയുന്ന തിയേറ്റേഴ്സിൻ്റെ ഓണേഴ്സും OTTയുടെ ഓണേഴ്സും ഈ പറയുന്ന സാറ്റലൈറ്റിൻ്റെ ഓണേഴ്സും ഒരു പടത്തിൻ്റെ ഐഡിയ മീൻസ് ലൈക്ക് ഒരു പോസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ സിനിമയുടെ നടൻ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഓക്കെ വാട്ട് ഈസ് എ സിനിമ, അല്ലെങ്കിൽ ഇതിന് ഇത്രയും കിട്ടാൻ സാധ്യതയുണ്ട്. ദ പ്രഡിക്ഷൻ ഓഫ് മൈൻഡ്. ആ പ്രഡിക്ഷൻ ഓഫ് മൈൻഡാണ് ആക്ച്വലി അതിൻ്റെ അത് ഗാംബ്ലിങ് എന്ന് പറയുന്നത്. അവർ എന്താ പറയുക, ഊഹിക്കുക എന്ന് പറയത്തില്ല, ബെറ്റ് വെക്കുന്നത് ഒക്കെ പോലത്തെ ഒരു ഫോർമേഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നടൻ ഓക്കെ പറയണമല്ലോ ഒരു സിനിമയ്ക്ക്. ഈ നടനെ കൊണ്ടിട്ട് ഓക്കെ എന്ന് പറയിപ്പിക്കാൻ അല്ലെങ്കിൽ എസ് എന്ന് പറയിപ്പിക്കാൻ ഏത് മാർഗങ്ങളും യൂസ് ചെയ്യാൻ ഈ പറയുന്ന നിർമ്മാതാക്കൾ തയ്യാറാവുകയാണ്. അതിന് ചിലപ്പോൾ കാല് പിടിച്ചിട്ട് ചെല്ലാം, അല്ലെന്നുണ്ടെങ്കിൽ നിർമ്മാതാക്കൾ എന്താ പറയുക, ഈ പറയുന്ന സൗഹൃദ വലയങ്ങൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പുകൾ യൂസ് ചെയ്യാം. എങ്ങനെയും ഒരു നടൻ്റെയോ നടിയുടെയോ ഡേറ്റ് ക്യാൻവാസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ കൊണ്ടിട്ടൊരു സമ്മതം പറയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഫോർമേഷനിൽ കൂടിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ പടം കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് വാല്യൂ കുറയുന്നത് എന്തുകൊണ്ടാണ്? പ്രൊഡ്യൂസേഴ്സിന് ഡിമാൻഡ് ഇല്ലാതെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന സ്ഥലത്ത് ആരെങ്കിലും വെച്ചാൽ മതി. ഇപ്പം ലൈക്ക് ഇപ്പം എന്താ പറയുക, നമുക്കറിയാം ഒരു ഡ്രൈവറായിട്ട് വന്നതാണ് ആൻ്റണി പെരുമ്പാവൂർ. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ കയ്യിലേക്ക് ഒരു ഫ്രണ്ടിൽ നിർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി എമൗണ്ട് വരികയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ജോർജ് ഏട്ടൻ എന്ന് പറയുന്ന ഒരാൾ വെക്കുമ്പോൾ എമൗണ്ട് വരണം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനെ പ്ലേസ് ചെയ്താലും മണി ഈസി ആയിട്ട് വരും, പൈസ ഈസി ആയിട്ട് വരും. കാര്യം ക്രൗഡ് അത്രയും പുള്ളിങ് ആണ് അവർക്ക് വേണ്ടിയിട്ട്. അതിനെ റീബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൻസ് അസോസിയേഷനും അതും ഇതും ഒക്കെ പിന്നീട് പിൽക്കാലത്ത് വരികയുണ്ടായി. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ഈ പവറിന്, അതായത് ഇത്രയും എമൗണ്ടുകളെ ക്യാൻവാസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ആയിട്ട് ഒരു നടനോ നടിയോ ജനങ്ങളുടെ മുന്നിൽ ബിൽഡപ്പ് ആകുന്ന സമയത്ത് മുതൽ അവരുടെ കയ്യിൽ ഒരു കൺട്രോൾ വരും, അല്ലേ? അവർ എസ് പറയുന്നിടത്ത് ഒരു പ്രൊജക്റ്റ് ഓൺ ആവുകയാണ്, എമൗണ്ട് വരികയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നടനോ നടിക്കോ ആ ഒരു കിക്ക് കിട്ടും. പിന്നീട് എന്ത് സംഭവിച്ചു?
ഈ പറയുന്ന പടങ്ങൾ ഫ്ലോപ്പുകൾ തുടങ്ങി. അതായത് ഏത് മുഖേനയും ഒരു ആർട്ടിസ്റ്റിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ഇവരെടുക്കുന്ന കുറുക്ക് വഴികൾ ഉണ്ടായിരുന്നു. അതായത് ചിലപ്പം ത്രെഡുകൾ പറഞ്ഞത് കൊണ്ടിട്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ഒരു നടൻ്റെയോ നടിയുടെ എടുക്കലോ ചെന്നിട്ട് അവരുടെ ക്യാൻവാസ് ചെയ്ത് അവരുടെ ഡേറ്റ് എടുക്കുന്ന ഒരു രീതി ഉണ്ടായപ്പോൾ അവിടെ നല്ല സിനിമകൾ ഉണ്ടാവാതെയായി. ഒരു ഫ്ലോപ്പ് സിസ്റ്റം വരാൻ തുടങ്ങി. ഈ ഫ്ലോപ്പ് സിസ്റ്റം വരാൻ തുടങ്ങിയപ്പോൾ ഓഡിയൻസ് പൊതുവെ തിയേറ്ററിലേക്ക് വരാൻ ഉള്ള വിമുഖത കാണിക്കാൻ തുടങ്ങി. തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നില്ല. തിയേറ്ററിലേക്ക് ആൾക്കാർ വരാതായപ്പോൾ തിയേറ്റർ വ്യവസായത്തിലുള്ള തിയേറ്റർ ഓണേഴ്സിന് അത് സൈഡ് എഫക്റ്റ് അടിക്കാൻ തുടങ്ങി. OTT പ്ലാറ്റ്ഫോംസിന് സൈഡ് എഫക്റ്റ് അടിക്കാൻ തുടങ്ങി. സാറ്റലൈറ്റ് ചാനൽസിന് സൈഡ് എഫക്റ്റ് അടിക്കാൻ തുടങ്ങി. കാര്യം ജനങ്ങൾ വന്നില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ പറയുന്ന മുൻകൂർ പണം കൊടുക്കുക എന്ന് പറയുന്ന സമ്പ്രദായം തിയേറ്ററുകാർക്ക് ഒരു മടിയായി തുടങ്ങി. ഒരു ഭയം വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ മാത്രമാണ് ഈ പറയുന്ന ആർട്ടിസ്റ്റുകളും റീതിങ്ക് ചെയ്തത്. കാര്യം അവർക്ക് പൈസ വരുന്നില്ല. അവരുടെ റെമ്യൂണറേഷൻ അവർ ഈ പറയുന്ന ബിൽഡപ്പുകൾ വെച്ചിട്ട് കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഓക്കെ ഇപ്പോൾ 15 കോടിയോ 20 കോടിയോ ചോദിക്കുമ്പോൾ കൊടുക്കുന്നില്ല. കാര്യം എന്താണ്? ഈ പറയുന്ന നമ്മൾ കണ്ടിരിക്കുന്ന പല സിനിമകളുടെ നിർമ്മാതാക്കളുടെ കയ്യിലുള്ള ഫണ്ടിനേക്കാൾ ഉപരി ഈ പറയുന്ന തിയേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോംസിൻ്റെ കയ്യിൽ നിന്നും അഡ്വാൻസ് മേടിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന പടങ്ങളുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് കിട്ടാണ്ട് വരികയാണ്, ഈ പൈസ കിട്ടാതെ വരികയാണ്, അല്ലെങ്കിൽ ഡിമാൻഡ് കുറയുമ്പോൾ അവർ ഭയപ്പെട്ടു തുടങ്ങി. അപ്പോൾ മുതലാണ് അവർ ഓൺ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കടന്നത്. ഈ ഓൺ പ്രൊഡക്ഷനിലേക്ക് കടക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രിപ്റ്റുകൾ മാത്രം ചെയ്യാം, വേറെ ഞങ്ങൾ പുറത്ത് പ്രൊഡ്യൂസേഴ്സിനെ സമീപിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് കടക്കണം. അപ്പം ഇവിടെ എന്താണ് എക്സാക്ട്ലി സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ ഇവിടെ എല്ലാം ചിന്തിക്കേണ്ടത് ഒരു പ്രൊഡ്യൂസർക്കോ അല്ലെങ്കിൽ തിയേറ്റർ ഓണേഴ്സുകൾക്കോ ആർക്കും ഒരു റൈറ്റ്സ് ഇല്ല. മീൻസ് ഒരു കൺട്രോളിങ് യൂണിറ്റ് ഇല്ല. കൺട്രോളിങ് യൂണിറ്റ് എക്സാക്ട്ലി നടന്മാർക്ക് മാത്രമാണുള്ളത്. അങ്ങനെ ഒരു ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് എത്തിയ നടന്മാർ ആരൊക്കെയാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ മമ്മൂക്ക, മോഹൻലാൽ, ദിലീപ്, പിന്നെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ കുഞ്ചാക്കോനൊക്കെ ഇടക്കാലത്താണ് വരുന്നത്. ഇപ്പം മെയിനായിട്ട് അതായത് ഏറ്റവും കൂടുതൽ ലാസ്റ്റിംഗ് പോയിന്റ് വരെ നിൽക്കുന്നത് മമ്മൂട്ടി, മോഹൻലാലാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പം നമുക്കറിയാം റിലീസ് അടക്കം ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് റേഞ്ചിൽ വന്നത് പോലും മോഹൻലാലിൻ്റെ പടങ്ങളാണ്. അപ്പം ഒബ്വിയസ്ലി മോഹൻലാൽ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഒരു വൺ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, ഒരു മാസ് ക്രൗഡ് പുള്ള് ചെയ്യാൻ സാധിക്കും. ആ ഒരു ലെവലിലേക്ക് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഭയങ്കരമായിട്ട് വളർന്നു. പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന ആള് നോർമലി എത്ര ആൾക്കാർ കഴിഞ്ഞിട്ടായിരിക്കും ഒരു സത്യം അറിയുക എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മോഹൻലാൽ ഒരു കഥ കേൾക്കണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി. അത്രയും ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ അടുക്കലേക്ക് എത്താൻ തുടങ്ങി. അങ്ങനത്തെ സമയത്താണ് ഈഗോ ക്ലാഷസുകൾ ഉണ്ടാവുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പം ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന മാനേജേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ആൾക്കാരായിക്കോട്ടെ, അവർ സംസാരിക്കുന്നത് ഈ പറയുന്ന ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി സംസാരിക്കുന്നത് പോലെയായിട്ട് മാറുകയാണ്. ആക്ച്വലി ചിലപ്പോൾ ലാലേട്ടൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഇപ്പം മമ്മൂക്ക ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇപ്പം മമ്മൂക്ക എസ് പറയുമ്പോൾ വരുന്ന ഒരു യൂണിറ്റ് ഓഫ് എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ലാലേട്ടൻ എസ് പറയുമ്പോൾ വരുന്നൊരു യൂണിറ്റ് ഓഫ് എമൗണ്ട് ഉണ്ട്. ഈ എമൗണ്ട് ഇവരെ കൊണ്ട് വരുത്താൻ സാധിക്കുമെന്ന് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രൊഡ്യൂസേഴ്സിനെ കിട്ടും. നമ്മൾ ഇതേ ഫോർമുല തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ യൂസ് ചെയ്യുന്നത്. ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആളെ വെച്ച് പടം ചെയ്യുമ്പോൾ എന്താണോ ഒരു പ്രൊഡ്യൂസർ ചിന്തിക്കുന്നത്, ഒരു പുതുമുഖത്തിനെ വെച്ച് ചെയ്യുന്ന പടമായിരിക്കാം, ഒരു പുതുമുഖത്തിനെ വെച്ചിട്ട് ചെയ്യാം എന്ന് ചിന്തിക്കുമ്പോൾ, ഒരു പുതുമുഖത്തിനെ വെച്ച് ചെയ്യുമ്പോൾ ഒരു 1 CR അല്ലെങ്കിൽ ഒരു 50 lakhs അല്ലെങ്കിൽ 2 crore ഒക്കെ ആവുന്ന ഒരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിർമ്മാതാവ് ചിന്തിക്കും, ഓക്കെ പ്രമോഷന് ഈ പറയുന്ന പോലെ ധ്യാൻ ശ്രീനിവാസൻ കൊള്ളാലോ, അവൻ പ്രൊമോട്ട് ചെയ്യാം, പടം നന്നാക്കിയാൽ പ്രമോഷൻ ഗ്യാരണ്ടി അവൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ആ പ്രമോഷൻ ഗ്യാരണ്ടിയിൽ നല്ല പടം കൊണ്ടുവന്ന് തിയേറ്ററിൽ ഇട്ടാൽ ഹിറ്റാക്കാൻ പറ്റുമല്ലോ. അതിന് ഉദാഹരണമാണ് ഉടലൊക്കെ. അപ്പോൾ ഉടലൊക്കെ ഹിറ്റായപ്പോൾ എന്താണ്, ധ്യാൻ ശ്രീനിവാസൻ അഭിനയിക്കാൻ അറിയാം, ധ്യാൻ ശ്രീനിവാസന് ജനങ്ങൾക്കറിയാം. ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന പോലെ തന്നെ സമൂഹത്തിന് നന്നായിട്ട് അറിയാം. അവരെല്ലാവരും ഇൻ്റർവ്യൂസ് കാണുന്നതാണ്. അപ്പോൾ അവിടെ ഒരു റൂട്ട് കിടപ്പുണ്ട്, ഒരു പാത്ത് ഓഫ് റൂട്ട് കിടപ്പുണ്ട്. നല്ലൊരു പ്രൊജക്റ്റുമായിട്ട് ധ്യാൻ ശ്രീനിവാസനെ സമീപിച്ചാൽ ആ സിനിമയ്ക്ക് പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല, ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരാളെ
ആൾ ചെയ്യുന്ന പടവും പുതുമുഖത്തിൻ്റെ പടത്തിനും ഒരേ ബഡ്ജറ്റാണ് വരിക. അപ്പോൾ നോർമലി പുതുമുഖങ്ങളെ തഴയാൻ പറ്റും. അവിടെ നമുക്ക് ധ്യാൻ ശ്രീനിവാസനെ പ്ലേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ധ്യാൻ ശ്രീനിവാസന് വീണ്ടും 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 സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ദീസ് ഓൾ ആർ എ മാർക്കറ്റിംഗ്, മനസ്സിലായി? ഇതെല്ലാം ഒരുതരം ബിസിനസ്സിൻ്റെ ഒരു സ്ട്രക്ചർ ഓഫ് ഫോർമേഷനാണ്. ഇനി ഇത് കൂടാണ്ട് ഒരു സിനിമയ്ക്കകത്തുള്ള കച്ചവടങ്ങൾ എന്ന് പറഞ്ഞാൽ ഓഡിയോ റൈറ്റ്സ് ഉണ്ട്, വീഡിയോ റൈറ്റ്സ് ഉണ്ട്, പിന്നെ മൾട്ടി ലാംഗ്വേജ് റൈറ്റ്സ് ഉണ്ട്. അങ്ങനെ നിരവധി 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 റൈറ്റ്സുകളുണ്ട്. ഒരു സിനിമ എങ്ങനെ എടുത്താലും അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാൾക്ക് സാധിക്കും. ഇനി ഇതിൻ്റെ അകത്ത് സിനിമ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ ഒരു കൾച്ചറിൻ്റെ തന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ആറാട്ട് അല്ലെങ്കിൽ ക്രിസ്റ്റഫർ പറയുന്ന സിനിമകളൊക്കെ വന്നതോടുകൂടി ആർട്ടിസ്റ്റ് ഓറിയൻറ്റഡ് പവർ പുള്ളിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇല്ലാണ്ടായി. അതായത് ഒരു ആർട്ടിസ്റ്റിനെ കണ്ടുകൊണ്ട് ജനങ്ങൾ തിയേറ്ററിലേക്ക് വരുന്ന സിസ്റ്റം പൊട്ടി. കാര്യം ജനങ്ങൾക്ക് ആർട്ടിസ്റ്റിനെ വിശ്വസിക്കുന്ന പരിപാടി മാറിയിട്ട് അവർ ഡയറക്ടറിനെ വിശ്വസിക്കുന്ന പരിപാടിയിലേക്ക് ചേഞ്ചായി. അതായത് ട്രസ്റ്റ് ചേഞ്ചായി. ആർട്ടിസ്റ്റിനെ ആയിരുന്നു ഇത്രയും നാൾ അവർ കണ്ടുകൊണ്ടിരുന്നത്. ആർട്ടിസ്റ്റിൻ്റെ പടം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവർ ആ ട്രസ്റ്റിനെ ചേഞ്ച് ചെയ്തിട്ട് ഡയറക്ടർ ട്രസ്റ്റിലേക്ക് പോയി. അങ്ങനെയാണ് വിനീത് ശ്രീനിവാസൻ പടം, മനസ്സിലായില്ലേ, കമൽ സാർ പടം, അല്ലെങ്കിൽ പ്രിയദർശൻ പടം, ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മാരി സെൽവരാജ് പടം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക പാ രഞ്ജിത്ത് പടം, ലോകേഷ് കനകരാജ് പടം, അൽഫോൺസ് പുത്രൻ പടം, ഇങ്ങനത്തെ ഡയറക്ടർ ട്രസ്റ്റിലേക്ക് ആ സാധനം പോവുകയാണ്. അങ്ങനെ ഡയറക്ടർ ട്രസ്റ്റിലേക്ക് പോയപ്പോൾ ഈ പറയുന്ന പവർ യൂണിറ്റ് ഡയറക്ടറിലേക്ക് കണക്റ്റഡ് ആയി. അങ്ങനെയാണ് നമ്മുടെ ഗോൾഡ് പോലത്തെ സിനിമ വരുന്നത്. ഗോൾഡിൻ്റെ സിനിമയ്ക്കകത്ത് പൃഥ്വിരാജിനേക്കാൾ മാർക്കറ്റ് നമ്മളുടെ ഈ അൽഫോൺസ് പുത്രന് ഉണ്ടാവുകയാണ്. അൽഫോൺസ് പുത്രൻ പൃഥ്വിരാജിനെ വെച്ച് നയൻതാരനെ വെച്ചിട്ട് ഒരു പടം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഹൈപ്പ് അവിടെ ജനറേറ്റ് ചെയ്യും. അവിടെ ഒരു പ്രഡിക്ഷൻ ഉണ്ടാവും. ആ പ്രഡിക്ഷൻ ഒരു ഗാംബ്ലിംഗ് ആയിട്ട് വരും. ആ ഗാംബ്ലിങ്ങിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കും. പക്ഷേ അവിടെ ഈ പറയുന്ന പൈസ അഡ്വാൻസ് പേയ്മെൻറ്റ് മേടിച്ചാൽ ലിമിറ്റഡ് ഡേയ്സ് കൊണ്ടിട്ട് നമ്മൾ പടം ചെയ്തു കൊടുക്കും. മനസ്സിലായില്ല? അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പം OTT പ്ലാറ്റ്ഫോംസ് പറയണം, ഓക്കെ ഞങ്ങൾ നിങ്ങൾക്ക് 50 കോടി രൂപ തരാം, ഞങ്ങൾക്ക് ജൂണിൽ പടം കിട്ടണം, ഞങ്ങൾ ആ ഫെസ്റ്റിവലിന് റിലീസ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആൾ പൈസ മേടിച്ചു, അവർക്ക് പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ ഓട്ടോമാറ്റിക്കലി ഡയറക്ടർക്ക് കൊടുക്കും. ഡയറക്ടർ ആ പ്രഷർ പോയിന്റിൽ നിന്നിട്ട് പടം ചെയ്യുമ്പോൾ ഊഞ്ഞാലടിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി മീഡിയേറ്റേഴ്സ് ഓഫ് ദ ഫിലിം എന്നാണ്. ഈ പറയുന്ന ആർട്ടിസ്റ്റിന് ഈ പൈസ കൊടുക്കാൻ തയ്യാറായത് തിയേറ്റേഴ്സും OTT പ്ലാറ്റ്ഫോംസും അവരൊക്കെയാണുള്ളത്. അവരാ പൈസ കൊടുത്തില്ലായിരുന്നു എന്ന് വെച്ചോ, എന്ത് സംഭവിക്കും? ഈ പറയുന്ന അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തില്ല എന്ന് വെച്ചോ, നോർമലി കാശുള്ളൊരുത്തൻ അവൻ്റെ കയ്യിലിരിക്കുന്ന പൈസ വെച്ചിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ സിനിമയ്ക്ക് യാതൊരുവിധ ലോണും എങ്ങൊന്നും കിട്ടത്തില്ല. ഇന്ത്യയിലുള്ള ഒരു ബാങ്കിൽ നിന്നും സിനിമയ്ക്കെന്ന് പറഞ്ഞിട്ടൊരു ലോൺ കിട്ടത്തില്ല. അപ്പോൾ പിന്നെ ലോൺ കിട്ടുന്ന എവിടെ നിന്നാണ്? നമ്മളുടെ പ്രോപ്പർട്ടിയോ നമ്മുടെ ഈ പറയുന്ന പോലെ ഗോൾഡോ കൊണ്ടുപോയി പണയം വെക്കണം. ആ സാധനത്തിൽ നിന്ന് എടുക്കുന്ന പൈസ കൊണ്ടിട്ട് ഒരു നിർമ്മാതാവ് അവൻ്റെ സ്വന്തം കാശിന് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുമ്പം ആദ്യം തന്നെ നിർമ്മാതാവ് തിരക്കഥയോ കഥയോ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കാര്യം അയാൾ റിസ്ക് എടുക്കാൻ പോവുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം അയാൾ എന്ത് ചെയ്യും? ആ പടത്തിന് ആവശ്യമുള്ള ആർട്ടിസ്റ്റുകളെ സെറ്റ് ചെയ്യും. അപ്പം ഈ ആർട്ടിസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ക്യൂ എന്ന് പറയുന്ന സമ്പ്രദായം അവിടെ ഉണ്ടാകത്തില്ല. കാര്യം കയ്യിൽ കാശുള്ളവൻ മാത്രമേ സിനിമ എടുക്കത്തുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് ആർട്ടിസ്റ്റ് ക്യൂ നിൽക്കേണ്ടി വരും. മനസ്സിലായല്ലേ? ആർട്ടിസ്റ്റ് ക്യൂ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ ആർട്ടിസ്റ്റ് ക്യൂ നിൽക്കുന്ന സ്ഥലത്ത് മാത്രമേ നല്ല സിനിമകൾ ഉണ്ടാകത്തുള്ളൂ. ആർട്ടിസ്റ്റിന് മുന്നിൽ ക്യൂ നിൽക്കുന്നിടത്ത് ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര സ്ട്രഗിളിങ് പ്രോസസ്സാണത്. നമ്മൾ ചിലപ്പോൾ ഒരു ഡയറക്ടർ ചിന്തിക്കുന്നത്, ഇപ്പോൾ ഡയറക്ടർക്ക് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്നൊക്കെ പറയുമെങ്കിലും ഈ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് മറ്റൊരാൾക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അയാളെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയാൻ പറ്റുക? മനസ്സിലായി? അപ്പോൾ കഴിവുള്ള ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വേറൊരാൾ വരികയും അയാൾക്ക് ഇതിനകത്ത് ഇനിഷ്യേറ്റ് എടുക്കാനും ഇൻവോൾവ്മെൻറ്റ് എടുക്കാനും സാധിച്ചു കഴിഞ്ഞാൽ പടം ഓട്ടോമാറ്റിക്കലി പൊട്ടും. പടത്തിൻ്റെ അകത്തൊന്നും വരത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ അങ്ങനെയാണ് ഈ പല സിനിമകൾക്കും ഫാൻസിനെ കൊണ്ട് കൈയടിപ്പിക്കാം, അല്ലെങ്കിൽ മറ്റവരെ കൊണ്ട് കൈയടിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് മുൻകൂർ പൈസ കൊടുത്തിട്ട് തിയേറ്ററിൽ നിറച്ച ആൾ കയറി എന്നുള്ളൊരു ഖ്യാതി വരുത്താം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് OTTനെ പറ്റിക്കാം. അതായത് ഈ ക്രൂക്കഡ് വഴികൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരിൽ നിന്നാണ് നമുക്ക് നല്ലൊരു സിനിമ വരാത്തത്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പം വാഴ എന്ന് പറയുന്ന സിനിമ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടമല്ല. നമ്മുടെ എന്താ പറയുക ജെ ഹോ, അതൊരു സൂപ്പർ സ്റ്റാറിൻ്റെ പടമൊന്നുമില്ല. അങ്ങനത്തെ പടങ്ങൾ ഇപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങൾ ഒരു സൂപ്പർ സ്റ്റാർ പടമൊന്നുമില്ല. പക്ഷേ
ആ സൂപ്പർ സ്റ്റാർ പടങ്ങളല്ല എന്നിട്ട് പോലും ആ പടങ്ങൾ വലിയ തോതിൽ ജനശ്രദ്ധ ആകർഷിക്കുകയും ജനങ്ങൾ നിരവധി പൈസ തിയേറ്ററിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തപ്പോൾ തിയേറ്ററുകാർ ആൻഡ് OTTക്കാർ ആൻഡ് സാറ്റലൈറ്റുകാർ പാനിക് ആയിപ്പോയി. അവർക്ക് പ്രീ ജഡ്ജിങ് ചെയ്യാൻ പറ്റുന്നില്ല ഏത് പടമാണ് ഇവിടെ വന്ന് ഹിറ്റ് ആവും. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ പടം എടുക്കുന്ന സമയത്ത് അത് ഫ്ലോപ്പ് ആവും. ഇപ്പോൾ വാലിബൻ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ തിയേറ്ററിൽ വർക്കായില്ല, അതുകൊണ്ട് തന്നെ OTTയിലേക്ക് അത് വർക്കാവുന്നില്ല. അപ്പോൾ അങ്ങനത്തെ പടങ്ങൾക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർ സ്വാഭാവികമായിട്ടും പിൻവലിഞ്ഞു. അവർക്ക് പിന്നെ ജഡ്ജ്മെൻറ്റ് കിട്ടാണ്ടായി. ഇത് ഓഡിയൻസ് ചേഞ്ച് ആയി. ഓഡിയൻസ് നല്ല പടത്തിൻ്റെ പുറകെയാണ്. ആർട്ടിസ്റ്റ് പടം എന്നുള്ളതല്ല, അവർ ഏത് പടത്തിലാണ് ഓഡിയൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ചിലപ്പം ആരും കാണില്ല എന്ന് കരുതിയ തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞ പടം ഒരു സൈഡിൽ കൂടെ കയറി നാഷണൽ അവാർഡിന് പോയി. അത് കഴിഞ്ഞിട്ട് പാട്ടം എന്ന് പറയുന്ന പടം നാഷണൽ അവാർഡ് വിൻ ചെയ്തു. അങ്ങനെ തണ്ടർപത്തൻ ദിനങ്ങൾ പുതിയ പിള്ളേരുടെ പടമായിരുന്നു, അത് വന്ന് ഭയങ്കര 50 കോടിയിലേക്ക് കടക്കുന്നു. അങ്ങനെ ഒരു ഷഫ്ലിംഗ് സിസ്റ്റം ഓഡിയൻസിൻ്റെ സ്ഥലത്ത് നിന്ന് വന്നപ്പോൾ ഓഡിയൻസ് ആണ് ഇന്നത്തെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന യൂണിറ്റായിട്ട് മാറിയത്. ആ ഓഡിയൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിവ്യൂവേഴ്സ് വന്നു. അങ്ങനെ റിവ്യൂ ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ ഓഡിയൻസിൻ്റെ ട്രസ്റ്റ് പോകാൻ തുടങ്ങി. മനസ്സിലായി? അങ്ങനെയാണ് അശ്വന്ത് കോക്കിൻ്റെ ഒക്കെ റിവ്യൂസ് കണ്ടിട്ട് ആൾക്കാർ പടത്തിന് പോകുന്ന ഒരു സെറ്റപ്പിലേക്ക് വന്നത്. ഈ പറയുന്ന ഓഡിയൻസിൻ്റെ ട്രസ്റ്റ് മാറുന്നതാണ്. ആദ്യം ഓഡിയൻസ് ട്രസ്റ്റ് ചെയ്തത് നടനെയായിരുന്നു, പിന്നീട് സംവിധായകനെയായി, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെയായി, പിന്നെ പ്രൊഡ്യൂസേഴ്സിനെയായി, പിന്നെ ഒരു ടീമിനെയായി. അങ്ങനെ ഇവരുടെ ട്രസ്റ്റ് ഇങ്ങനെ പല സമയത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഇവരൊരു സ്ഥലത്ത് ട്രസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഇവന്മാരെ മാനിപ്പുലേഷൻ കൊണ്ടുവരുമ്പോൾ ഇവരടുത്ത ജനങ്ങൾ ഓഡിയൻസ് അവരുടെ ട്രസ്റ്റ് മാറ്റി വെക്കും. അപ്പോൾ ഇപ്പം ഓഡിയൻസ് ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിവ്യൂ എന്ന് പറയുന്നൊരു പോയിന്റിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന അവർക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട് ഏത് പടമാണ് വർക്കാവുക. അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഇപ്പം ഞാനൊരു പടം കണ്ടിട്ട് കൊള്ളാമെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നത് പോലെ തന്നെ ഫ്രണ്ട്സ് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു മൗത്ത് ടോക്കിംഗ് പരിപാടി സ്റ്റാർട്ടപ്പ് ആയതോടുകൂടി സിനിമ വ്യവസായം എന്ന് പറയുന്നതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സിലൊക്കെ ഷഫ്ലിംഗ് ഉണ്ടായി. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ സ്കീംസ് ഒക്കെ ചേഞ്ചായി. ഇവിടെ ഒരു പ്രീ ജഡ്ജ്മെൻറ്റ് കിട്ടാണ്ടായി. അപ്പോൾ ഇന്ന് തിയേറ്ററിൽ പോയി ഹിറ്റാകുന്ന പടങ്ങൾ മാത്രമേ ഞങ്ങൾ എടുക്കത്തുള്ളൂ എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ലോ വന്നു, സാറ്റലൈറ്റുകാരുടെ ലോ വന്നു. അപ്പോൾ വീണ്ടും പ്രൊഡ്യൂസേഴ്സ് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് കടന്നു, ആർട്ടിസ്റ്റുകൾ ഒബ്വിയസ്ലി ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് കടന്നു. ആ ക്രിട്ടിക്കൽ സ്റ്റേജാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഒരു ഷഫ്ലിംഗ് ഉണ്ടാവും, ഇവിടെ നിന്നൊരു ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. ആ സ്റ്റെബിലിറ്റിക്ക് ശേഷം നമുക്ക് മനസ്സിലാവും ആരായിരുന്നു ക്രിമിനൽസ്. നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിമിനൽസ് എന്ന് പറയുന്നത് ഫേക്ക് തിയറീസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഒരു മാനിപ്പുലേറ്റേഴ്സ്. ഈ കള്ളത്തരം പറയുകയും ചതിവുകൾ കാണിക്കുകയും കുരുട്ടുബുദ്ധികൾ പ്രയോഗിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറയുന്ന പ്രശ്നക്കാരെന്ന് പറയുന്നത്. പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നല്ലതാണ്, മീൻസ് അല്ലേ, അതായത് ഒറിജിൻ ടീമാണ്. ഇപ്പോൾ നല്ല ഡിസിഷൻ മേക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു ഫേക്ക് പീപ്പിൾസിൻ്റെ കയ്യിലേക്ക് ഒരു പവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പവറിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഭീമമായ തുകകൾ ഉണ്ടാക്കും. അങ്ങനെ ജനങ്ങളെ പറ്റിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ജനം തിരിച്ചടിക്കും. അതാണ് എക്സാക്ട്ലി ഇവിടെ സംഭവിച്ചത്. സിനിമ എന്നും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ജനങ്ങളുടെ ആവശ്യമാണ് സിനിമ. അവർക്ക് ചായ കുടിക്കുന്നത് പോലെയോ ഭക്ഷണം കഴിക്കുന്നത് പോലെയോ 2 മണിക്കൂർ ആസ്വദിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ 2 മണിക്കൂർ ചെറിയൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റിൻ്റെ രീതിയിൽ സമീപിച്ചാൽ ആ ആൾക്കാർ എന്നും നിലനിൽക്കും. അല്ലാത്ത ആൾക്കാർ എന്താ പറയുക, ഇടിമിന്നൽ പോലെ വരും പോവും. എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരുവാണെങ്കിൽ സൈഡ് എഫക്റ്റ് വരും, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ദാറ്റ്സ് ഓൾ. ഇപ്പം ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആരാണ് പവർ ഗ്രൂപ്പിലുള്ള ആൾക്കാരെന്നും അവരെന്തൊക്കെയാണ് ചെയ്തതെന്നും. പിന്നെ ഇനി നിങ്ങൾ ഇത് വെച്ചിട്ട് നോക്കുക, തിലകൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ വിലക്കുന്നത് കൊണ്ട് ആർക്കായിരുന്നു നഷ്ടം? സൊസൈറ്റിക്കായിരുന്നു നഷ്ടം. മനസ്സിലായില്ലേ? അങ്ങനെ ഓരോ ടെക്നീഷ്യൻ വരെ വിനയൻ സാറിനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിനെ വിലക്കുന്നത് കൊണ്ട് ആർക്കാണ് നഷ്ടം? സൊസൈറ്റിക്കാണ് നഷ്ടം. അപ്പോൾ ഇവരൊരു വിലക്ക് ഏർപ്പെടുത്തുമ്പോൾ അവരുടെ സംഘടനകൾക്കാണോ സൊസൈറ്റിക്കാണോ പ്രയോജനം, അല്ലെങ്കിൽ സൊസൈറ്റിക്കാണോ ഡാമേജ് ഉണ്ടാവുന്നതെന്ന് ചിന്തിച്ചിട്ട് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യുന്ന സംഘടനകളാണ് നിലനിൽക്കും, അല്ലെങ്കിൽ ഇതേപോലത്തെ പ്രശ്നങ്ങളിൽ വന്ന് പെടും. ദിസ് ഈസ് മൈ തിയറി. ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ശരിയെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.